വളരെ വിശദമായി തന്നെ ആ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും പറയാതിരിക്കാൻ വയ്യ, എന്നാൽ ഈ സംഭവം നടന്ന ആ സമയം മുതൽ തന്നെ നമ്മൾ ഈ വാർത്തകൾ എത്തിക്കുന്നുണ്ടല്ലോ, വാർത്തകൾ വായിക്കുന്ന ആ ഘട്ടങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു വരുന്നത്. കാരണം ഓരോ സമയത്ത് ഈ രക്ഷാപ്രവർത്തനം ഈ ചിലപ്പോൾ ഈ ഗംഗാവാലി, പ്രത്യേകിച്ച് ഗംഗാവാലി പുഴയിലെ ഒഴുക്ക്, അത് വലിയ ഒഴുക്ക് വരുമ്പോൾ, അടിയൊഴുക്ക് കൂടുന്ന സമയത്തൊക്കെ രക്ഷാപ്രവർത്തനം ഇവർക്ക് മുങ്ങി പരിശോധന നടത്താൻ പറ്റുന്നില്ല. നേവി വരുമ്പോൾ അവർക്ക് അവിടേക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നീട് ഈ റഡാറൊക്കെ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ഒരു സിഗ്നൽ വരുമ്പോൾ തന്നെ, ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട് എന്ന വിവരമൊക്കെ വരുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷയാണ്, അയ്യോ ആ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തോ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട് എന്നൊരു സന്തോഷവും, ഒരു സന്തോഷത്തിനപ്പുറം എന്ന് വെച്ചാൽ ഇത്രയും ദിവസമായി ഈ ഒരു വിവരവും ഇല്ലാതെ കിടക്കുമ്പോൾ അങ്ങനെ ഒരു വിവരമെങ്കിലും കിട്ടുന്നുണ്ടല്ലോ, ഒരു ആശ്വാസവും ഒക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് പലപ്പോഴും ആ കിട്ടുന്ന സിഗ്നലുകളൊക്കെ റോങ് ആയി പോവാതെ, അതിൻ്റെ അല്ല, ഇത് ആ വാഹനത്തിൻ്റെ സിഗ്നലല്ല, മറ്റെന്തിൻ്റെയോ ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞത് പോകുന്നു. പിന്നീട് ഒടുവിൽ ആ വാഹനം കിട്ടുന്ന ആ ഒരു ഘട്ടമൊക്കെ എത്തുമ്പോൾ, ആ ഒരു ഘട്ടങ്ങളൊക്കെ അതിജീവിച്ചത് നമ്മൾ ഓരോരുത്തരെയും ആ അർജുൻ എന്ന് പറയുന്ന ഒരാൾ എത്രത്തോളം ബാധിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഐക്യബോധമൊക്കെയാണ്, അല്ലെങ്കിൽ മലയാളിക്ക് ഇത്രയും ഐക്യമുണ്ടെന്ന് പലപ്പോഴും ബോധ്യപ്പെടുന്നത് നമ്മുടെ നാട് ഒരു ദുരന്തത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്താണ്. ബെൻസൻ ഉണ്ട് നമുക്കൊപ്പം. കാരണം ബെൻസനും ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ബെൻസ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞതുപോലെ സരീഷും നിഖിലുമൊക്കെയാണ് അവിടെ ശിരൂര് ദൗത്യത്തിൽ ആ ദൗത്യ സംഘത്തിനൊപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതെങ്കിൽ തുടക്കം മുതൽ തന്നെ ആ കുടുംബത്തോടൊപ്പമായിരുന്നു ബെൻസൻ. ആ കുടുംബം അനുഭവിച്ച ഓരോ ഘട്ടങ്ങളും നേരിൽ കണ്ട ആൾ കൂടിയാണ് ബെൻസൻ. ഇപ്പോൾ ആ ഓർമ്മകൾക്ക് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ് ബെൻസൻ. ഇപ്പോൾ നിൽക്കുമ്പോൾ ആ അന്നത്തെ ആ ഒരു ദിവസങ്ങളൊക്കെ എങ്ങനെയാണ് ബെൻസൻ ഓർത്തെടുക്കുന്നത്? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ അർജുൻ്റെ 1-ാം വാർഷികം, അല്ലെങ്കിൽ ഈ ഒരു ഷിരൂർ ദുരന്തത്തിൻ്റെ 1-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അത് ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്യണമെന്നറിയാതെ പല ആളുകളുമായി സംസാരിച്ചിരുന്നു. അന്ന് നമ്മൾ ബന്ധപ്പെട്ട ആളുകളുണ്ട്, അതിൽ പ്രത്യേകിച്ച് മനാഫ് അടക്കമുള്ള ആളുകളുമായി നമ്മൾ സംസാരിക്കുന്നു. മനാഫിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ ഒരു ദുരന്തം, അതിനുശേഷം നടന്ന 72 ദിവസം നീണ്ടുനിന്ന തിരച്ചിൽ രക്ഷാപ്രവർത്തനം, അതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് പോരാട്ടം എന്നായിരുന്നു. ഞങ്ങൾ ഇറങ്ങി ഒരു പോരാട്ടമായിരുന്നു, 72 ദിവസം നീണ്ടുനിന്ന പോരാട്ടമായിരുന്നു. ആ കുടുംബത്തോടൊപ്പമായി നിൽക്കാൻ വേണ്ടിയാണ് അവരെല്ലാവരും അത്രത്തോളം ശ്രമിച്ചത് എന്നായിരുന്നു അന്ന് ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മനാഫുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് കണ്ണാടിക്കൽ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. അവിടെ അടുത്തടുത്തുള്ള വീടുകളാണ്. അർജുൻ്റെ തൊട്ട് സമീപത്ത് തന്നെ, അങ്ങനെ മതിലുകളൊന്നുമില്ലാത്ത ആ തൊട്ട് സമീപത്ത് തന്നെ കുറേ വീടുകളുണ്ട്. ആ വീട്ടുകാരെല്ലാവരും തന്നെ ഈ അപകടം വാർത്ത അറിഞ്ഞ ആദ്യഘട്ടം തൊട്ട് തന്നെ ഈ വീട്ടിലുണ്ട്. ആ തൊട്ട് സമീപത്തെ പ്രദേശത്തുള്ള ലോക്കൽ രാഷ്ട്രീയ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ മറ്റാളുകൾ, അങ്ങനെ പല ആളുകളും ആ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച നമ്മൾ ആ സമയത്ത് കണ്ടു. പിന്നീട് അങ്ങോട്ട് 72 ദിവസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത്രയും വലിയൊരു തിരച്ചിലോ രക്ഷാപ്രവർത്തനമോ നമ്മൾ ഇതിനു മുൻപ് നമുക്ക് പരിചിതമല്ല. അത്രത്തോളം വലിയ ഒരു രക്ഷാപ്രവർത്തനം, അത്രത്തോളം ദിവസം നീണ്ടു നിൽക്കുന്ന തിരച്ചിൽ. അപ്പോൾ ഈ കാലയളവിലെല്ലാം തന്നെ ആ കുടുംബം കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്ത് എന്ന് നമുക്കിപ്പോൾ പോലും, അതിൻ്റെ ആ ഒരു കാഠിന്യം എത്രത്തോളം എന്ന് നമുക്കിപ്പോൾ പോലും അത് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ ആ കുടുംബം, അർജുൻ്റെ ഭാര്യയുണ്ട്, ഒരു കൊച്ചു മകനുണ്ട്, അതോടൊപ്പം തന്നെ അർജുൻ്റെ മാതാപിതാക്കൾ, അർജുൻ്റെ സഹോദരി, ഭർത്താവ്, സഹോദരൻ, അങ്ങനെ വലിയൊരു കുടുംബമാണത്. അവരെ കടന്നുപോയ ആ ഒരു സാഹചര്യം, അത് നമ്മൾ നേരിൽ കാണുക എന്ന് പറയുമ്പോൾ, ഓരോ ദിവസവും നമ്മൾ അവരുടെ വീട്ടിൽ പോകുന്നു, അവരുമായി സംസാരിക്കുന്നു, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും ഇവരെ നേരിൽ കാണുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മളെല്ലാവരും നേരിൽ കണ്ടതാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം, അർജുൻ്റെ മാതാപിതാക്കൾ ആ ഒരു ഘട്ടം കടന്നു വന്ന ഒരു സാഹചര്യമാണ്. കാരണം അന്ന് ആദ്യത്തെ ഒരു 3-4 ദിവസത്തിന് ശേഷമാണ് ഇതൊരു വലിയ വാർത്തയാകുന്നത്. ഇത്തരത്തിലൊരു മലയാളി, കോഴിക്കോട്ടുകാരനായ കണ്ണാടിക്കൽ സ്വദേശിയായിട്ടുള്ള അർജുൻ ഗംഗാവലിപ്പുഴയ്ക്ക് സമീപം ഇത്തരത്തിലൊരു അപകടത്തിൽ പെട്ടിട്ടുണ്ട്, ലോറിക്കുള്ളിൽ പെട്ടിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. ഒരു 3-4 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഇന്ന് ജൂലൈ 16-ാം തീയതി അപകടം ഉണ്ടാകുന്നു. അതിനുശേഷം 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതൊരു വലിയ വാർത്തയാകുന്നത്. MK രാഘവൻ MP-യുടെ ഇടപെടലോട് കൂടിയാണ് അതൊരു വലിയ വാർത്തയാകുന്നത്. തുടർന്ന് വലിയ തിരച്ചിലെല്ലാം ആരംഭിക്കുന്നു. അപ്പോൾ അർജുൻ്റെ സഹോദരനും സഹോദരിയുടെ ഭർത്താവുമാണ് ഏറ്റവും ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഷിരൂരിലേക്ക് എത്തുന്നത്. ബാക്കി മറ്റു കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇവരെ കാണുമ്പോൾ ഇവർക്ക് നമ്മളോട് എന്താണ് സംസാരിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഇവരുടെ സങ്കടം അല്ലെങ്കിൽ ആശങ്കകൾ പങ്കുവെക്കേണ്ടത് ഒന്നും അറിയത്തില്ലാത്തൊരു സാധാരണ കുടുംബമായിരുന്നത്. അവരപ്പോൾ താമസിച്ചിരുന്നത് അർജുൻ ഏറെ ആഗ്രഹിച്ച് പണിത ഒരു വീട്ടിലായിരുന്നു. 1 വർഷം പോലും ആയിട്ടുണ്ടായിരുന്നില്ല ആ വീടിൻ്റെ കയറിക്കൂടൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ
അങ്ങനെ അത്രത്തോളം ഓരോ നിമിഷവും ആ വീട്ടിലായിരിക്കുമ്പോൾ ഈ ഓർമ്മകൾ അവരെ കുത്തി നോവിക്കുന്നുണ്ടായിരുന്നു എന്ന് നമ്മൾ നേരിൽ കാണുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന സാഹചര്യമായിരുന്നു. കാരണം ഇതേപോലെ തന്നെ ഒരു നല്ല മഴയുള്ളൊരു സമയമാണ്. ഞാൻ ആ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു ദിവസം വൈകിട്ടാണ്. ആദ്യത്തെ 3-4 ദിവസം ഞാനായിരുന്നില്ല വാർത്ത റിപ്പോർട്ട് ചെയ്തത്, മറ്റൊരു റിപ്പോർട്ടറായിരുന്നു. അതിനുശേഷം 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി അവരുടെ വീട്ടിലേക്ക് എത്തുന്നത്. അതൊരു ദിവസം ഇത്തരത്തിലൊരു വൈകുന്നേരമായിരുന്നു. അവിടെ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ വീടിന് മുൻപിലുള്ള റോഡിലെല്ലാം വെള്ളം കയറും. ഒരു പാടമൊക്കെയുള്ള ചതുപ്പ് നിറഞ്ഞൊരു പ്രദേശമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരെ വണ്ടി മാറ്റി നിർത്തി. ഞാനും അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ക്യാമറാമാൻ സുൽത്താനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി വണ്ടി മാറ്റി നിർത്തി. മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു റോട്ടിൽ. അങ്ങനെ നടന്നാണ് ഈ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ്. അർജുൻ്റെ പിതാവിനെയാണ് ഞാൻ ഏറ്റവും ആദ്യം കാണുന്നത്. അദ്ദേഹം പുറത്തിരിക്കുന്നു, കണ്ണുകൾ നിറഞ്ഞ് അദ്ദേഹം പുറത്തിരിക്കുകയാണ്. നമ്മൾ വരുന്ന ആൾക്കാരോടെല്ലാം അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, എന്തെങ്കിലും വിവരമുണ്ടോ. ഓരോ പുതിയ ആൾക്കാരെ കാണുമ്പോഴും അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും വിവരമുണ്ടോ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ. അങ്ങനെ ഓരോ മനുഷ്യരോടും ഇവരിതിങ്ങനെ തേടുകയായിരുന്നു. കാരണം അർജുൻ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. കാരണം ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ കുടുംബത്തെ മുൻപോട്ട് നയിക്കാൻ വേണ്ടിയുള്ള ശ്രമം അത് ഓരോ കാര്യം. കാരണം അർജുന്റെ വീട്ടിന്റെ അല്ലെങ്കിൽ അർജുനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ഇന്ന് മലയാളികൾക്കെല്ലാം സുപരിചിതമാണ്. കാരണം ആ 72 ദിവസം, ആ അപകടമുണ്ടായ 72 ദിവസം അർജുനെ കണ്ടെത്തുന്നത് വരെ മലയാളികൾ ഓരോരുത്തരും ഓർത്തിരുന്ന അർജുൻ്റെ അച്ഛൻ പ്രേമനെ പോലെ തന്നെ, അല്ലെങ്കിൽ ഭാര്യ കൃഷ്ണപ്രിയെ പോലെ, അമ്മയെ പോലെ, ഈ സഹോദരിമാരെ പോലെ, അഞ്ജുവിനെ അഭിരാമിയെ ഒക്കെ പോലെ തന്നെ ഈ കേരളക്കരയിലെ ഓരോ മനുഷ്യർക്കും അർജുൻ അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു, ഇപ്പോഴും പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് അർജുൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും എല്ലാ കാര്യങ്ങളും ഒക്കെ എല്ലാ മലയാളികൾക്കും ഇപ്പോൾ കാണാപ്പാടമായിരിക്കുന്നു. ആ കുടുംബം നമ്മുടെയും ഒക്കെ കുടുംബമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ അർജുൻ്റെ ഓർമ്മകൾക്ക് 1 വർഷം തികയുന്നു, 1 ആണ്ട് തികഞ്ഞിരിക്കുകയാണ്. ബെൻസനാണ് വിവരങ്ങളൊക്കെ നൽകിയത്. കാരണം ബെൻസൻ തുടക്കം മുതൽ തന്നെ ആ വീട്ടുകാരോടൊപ്പം ഉണ്ടായിരുന്നു. ആ കാഴ്ചകളൊക്കെ അന്നു മുതലേ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും ബെൻസനായിരുന്നു.